എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പഴം വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു വിഭവം തയ്യാറാക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ചായയുടെയൊക്കെ കൂടെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് പഴംപൊരി കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വട്ടത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നീളത്തിലാണ് മുറിച്ചെടുക്കുക. പക്ഷേ ഇത്തവണ നമുക്ക് വ്യത്യസ്തമായിട്ട് വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ 2 പഴം നന്നായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മൈദ മാത്രം ഉപയോഗിച്ചിട്ടല്ല പഴംപൊരി ഉണ്ടാക്കുന്നത്, ഗോതമ്പ് പൊടിയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെയിം അളവിൽ തന്നെ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ആട്ടപ്പൊടിയാണുള്ളതെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പഴത്തിന് നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയുടെ അളവ് കുറച്ചത്. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. ഇനിയിപ്പോൾ അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടുക. ഇനി നമുക്ക് ഇതിനൊരു നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏതാണ്ട് ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒരു ദോശമാവിനേലും കട്ടിയിലുള്ളൊരു പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കണം. തീരെ ലൂസായി പോകരുത്, അതുപോലെ ഭയങ്കര കട്ടിയാവരുത്. സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാറ്റർ തയ്യാറാക്കുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് മൈദയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും കൂടി 1 കപ്പുണ്ട്. പിന്നെ ഒരു 1.25 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചാണ് നമ്മുടെ ഈ ബാറ്റർ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്, നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒറ്റയടിക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്, ആദ്യം നമുക്ക് പകുതി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് കോട്ടായിട്ട് നമുക്കത് വറുത്തെടുക്കാം. ഇതിന് ശേഷം ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ ഓരോ പീസുകൾ ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ വെച്ചോ എടുത്ത് നമ്മുടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴംപൊരി പോലുള്ള നാടൻ വിഭവങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാം കൂടി കുത്തി നിറച്ചിടരുത്, ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അത്യാവശ്യം ഗ്യാപ്പുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിയാൻ തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടി കൂട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഉടനെ തന്നെ അത് വിടിയിച്ചെടുക്കാൻ നോക്കരുത്, ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാൻ നോക്കരുത്. എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ കോട്ടിംഗ് ഒക്കെ പഴത്തിൻ്റെ മുകളിൽ നിന്ന് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പഴവും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണിത്. സാധാരണ നമ്മൾ നീളത്തിൽ വറുത്തെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി രുചികരമാണ്. ഇപ്പോൾ പഴംപൊരിയൊക്കെ ഇഷ്ടമില്ലാത്തവർ വളരെ കുറവാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ താല്പര്യത്തോടുകൂടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.